നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് ഷാഫി പറമ്പിൽ എം പി. ശബരിമല അയ്യപ്പന്റെ സ്വത്തിന് പോലും സുരക്ഷിതമില്ലാത്ത ഒരു കെട്ടകാലം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല എന്ന് ഷാഫിയുടെ വിമർശനം. UDF സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തീക്കുനിയിൽ നടന്ന റോഡ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. വേളം പഞ്ചായത്തിൽ വർഷങ്ങളായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണെന്നും UDFന് വീണ്ടും പഞ്ചായത്ത് ഭരണത്തിലേറ്റാൻ ജനങ്ങൾ ഒരുങ്ങിയതായും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ CPIM നേതാക്കളെ പാർട്ടിയും സംസ്ഥാന സർക്കാരും സംരക്ഷിക്കുന്നത് അവർ എന്തൊക്കെ പുറത്തു പറയുമെന്ന ഭയം കൊണ്ടാണെന്നും ഷാഫി പറമ്പിലിന്റെ വിമർശനം. CPIM ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലായിട്ടും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും പാർട്ടി നൽകിയിട്ടില്ല. ശബരിമലയിലെ സ്വർണം കാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡാണ് ആ സ്വർണം കവർന്നത് എന്നതടക്കമുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. സർക്കാർ സംവിധാനം മുഴുവൻ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ഷാഫി പറമ്പിലിന്റെ വിമർശനം. എന്തായാലും നിർണായകമായ വിമർശനമാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷാഫി പറമ്പിൽ ഈ ഒരു വിഷയത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയൊഴിയുന്ന സാഹചര്യം ഉണ്ടായി. ഈ പാർട്ടിയുമായുള്ള ബന്ധമാണ് തനിക്കുള്ളതെന്നും മറിച്ച് മറ്റൊരു ബന്ധവുമില്ല, പാർട്ടി വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ ഷാഫി പറമ്പിൽ നടത്തിയിരുന്നു. മാത്രമല്ല കോൺഗ്രസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് ശബരിമല വിഷയത്തിൽ പാർട്ടി നേതാക്കന്മാർ പോലും ഈ ഒരു വിഷയത്തിൽ അകത്തായിട്ടും അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിലായിട്ടും റിമാൻഡിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. മറിച്ച് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി മാതൃകയായി. മാത്രമല്ല ഈ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മാതൃകാപരമായ നടപടി പാർട്ടി സ്വീകരിച്ചു. ഇതെല്ലാം ഇടതുപക്ഷം മാതൃകയാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു ആയുധമാക്കി അവർ ഈ നടപടികളെയൊക്കെ മാറ്റുന്നുണ്ട്. എന്തായാലും ശബരിമല വിഷയത്തിൽ ഒരു ആക്രമണം, സർക്കാരിനെതിരെയുള്ള ആക്രമണം തുടരുകയാണ് കോൺഗ്രസ് എന്ന് പറയാം. എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ശബരിമലയിൽ ഇനിയും വലിയ ഉന്നത നേതാക്കന്മാരുടെ പേര് പുറത്തു വരാനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ കൂടുതൽ ഇത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് മറയ്ക്കാൻ വേണ്ടി, ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ ആയുധമാക്കുന്നത് എന്നതടക്കമുള്ള ആരോപണം കോൺഗ്രസ് ഒന്നടങ്കം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു. അതായത് പാർട്ടി എടുത്ത നടപടിയൊക്കെ പാർട്ടി താനുമായുള്ള സൗഹൃദം ഒരിക്കലും പാർട്ടിക്ക് നടപടിയെടുക്കുന്നതിൽ നിന്നും ഒരു തടസ്സമായിട്ടില്ല എന്നടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ഷാഫി പറമ്പിൽ നടത്തിയത്. എന്തായാലും ശബരിമല വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ ശബരിമല വിഷയം തന്നെ വലിയൊരു ആയുധമാക്കി അദ്ദേഹം മാറ്റുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നേരത്തെയും ഷാഫി പറമ്പിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആഞ്ഞടിക്കൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതായത് അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന രീതിയിലുള്ള ഒരു, അതായത് ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയയിൽ അടക്കം ക്യാമ്പയിനൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ പ്രചരണ വേളയിൽ ശബരിമല വിഷയം വളരെ ആയുധമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും രാഹുൽ വിഷയം ഇത്തരത്തിൽ വലിയ ഒരു രീതിയിൽ ഒരു പ്രാധാന്യം നേടുന്ന സാഹചര്യത്തിൽ ശബരിമല വിഷയം മുങ്ങിപ്പോകരുത് എന്നൊരു ആഗ്രഹമാണ് നേതാക്കന്മാർ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ശബരിമല വിഷയം നേതാക്കന്മാർ ഒന്നടങ്കം അത് വലിയൊരു ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളൊക്കെ ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് LDF അവരുടെ നേതാക്കൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്തായാലും പ്രചാരണമൊക്കെ പുരോഗമിക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നോക്കാം നമുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യം നിലവിൽ ശക്തമാവുകയാണ്. എന്തായാലും വലിയ നിർണായകമായ മണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. അതായത് കഴിഞ്ഞ ദിവസം കീഴ്ക്കോടതിയിൽ നിന്നും ജാമ്യ ഹർജി തള്ളിയിരുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും
ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിൽ കൈവിട്ട് കഴിഞ്ഞു. നിയമവഴി പോരാട്ടമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് അതിജീവിതയ്ക്കെതിരെ പോയിന്റുകൾ നിരത്തിയുള്ള ഒരു പ്രതിരോധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് താൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. താൻ ഈ ഒരു അതിജീവിത പരാതി നൽകിയ രീതി ശരിയല്ല, മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്, ആ പരാതി നൽകിയതിൻ്റെ രീതി ശരിയല്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുമോ തള്ളപ്പെടുമോ എന്ന് തന്നെയാണ് ഒരു ചോദ്യം. നിർണായകമായ മണിക്കൂറുകളിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. എന്തായാലും ഇന്ന് തുടർച്ചയായ 10ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം നയിക്കുന്നതിൽ. രാഹുൽ എവിടെ എന്നതിൽ ഒരു വ്യക്തതയും പോലീസിനില്ല. ബംഗളൂരിൽ തന്നെ ഉണ്ടാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം അവിടെ തുടരുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതയും കുറഞ്ഞു. കർണാടകയിലെ വൻ സ്വാധീനമാണ് രാഹുലിനെ പിടികൂടാൻ തടസ്സമെന്നാണ് പോലീസ് പറയുന്നത്. രാഷ്ട്രീയ സഹായവും രാഹുലിന് കിട്ടുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പോലീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് രാഹുൽ മുങ്ങുന്നത് സംശയം വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ രാഹുൽ വിഷയം നിലനിർത്താനായി മനഃപൂർവ്വം പിടിക്കുന്നില്ല എന്ന ആക്ഷേപം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. രാഹുലിനെ പിടികൂടേണ്ടെന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുലിനെ പിടികൂടാതെ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ അവസരമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വരെ ഈ വിഷയം ലൈവായിട്ട് നിൽക്കുമല്ലോ, ഇതാണ് ലക്ഷ്യമിടുന്നത് എന്നതടക്കമുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. താൻ നിരപരാധിയാണ്, ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നതടക്കമുള്ള വാദങ്ങൾ അംഗീകരിക്കപ്പെടുമോ? ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പരാതിക്കാരിയുമായുള്ള തന്റെ ബന്ധം. സ്വന്തം തീരുമാനപ്രകാരമാണ് പരാതിക്കാരി ഗർഭചിത്രം നടത്തിയത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയത്. എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകാൻ തയ്യാറാണ്. അന്വേഷണത്തിന് തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ട കാര്യമില്ല. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. കേസിലെ രേഖകൾ തനിക്ക് ലഭ്യമാക്കിയിട്ടില്ല. തെളിവുകൾ നൽകാൻ സാവകാശം വേണം. വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാണെന്നും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേസിലെ അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ ജാമ്യ ഹർജിയിൽ ഇന്നും വാദം തുടരും. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിശദമായ വാദം കേൾക്കുക. കസ്റ്റഡിയിൽ കിട്ടിയിട്ടും രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഇനി നിരവധി തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതിജീവിതയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പ്രതിയെ രാഹുൽ ഈശ്വർ സഹായിക്കുകയാണ്. രാഹുൽ ഈശ്വർ വീഡിയോ പ്രചരിപ്പിച്ചതിന് മതിയായ തെളിവുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വറിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വിധി എന്താണ് എന്ന് ഇന്നറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.